Hi dear students. ഇന്ന് നമ്മൾ NAOS +2 സ്റ്റുഡൻസിന്റെ ലിമിറ്റ് ആൻഡ് കണ്ടിന്യൂറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ആ ചോദ്യം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാം കേട്ടോ. ഇനി 6 മാസം കൊണ്ട് SSLC +2 കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും UG, PG എന്നീ കോഴ്സുകൾ ചെയ്യാം. കേരളത്തിലെ ആദ്യത്തെ ഡിസ്റ്റൻസ് ലേണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിക്കൊപ്പം. അപ്പൊ എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം നമുക്ക് നോക്കിയാലോ. അതായത് ലിമിറ്റ് t ടെൻസ് ടു 0 sin t² ഡിവൈഡഡ് ബൈ t ഇൻറ്റു sin 2t. ഇത് നമുക്ക് എന്ത് ചെയ്യണം, സോൾവ് ചെയ്യണം. സോ ഈ സോൾവ് ചെയ്യുന്ന മെത്തേഡ് എല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക, എൻ്റെ കൂടെ ചെയ്തു പോവാം. നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ലിമിറ്റ് അപ്ലൈ ചെയ്തിട്ട് ഉത്തരം കണ്ടുപിടിക്കാനാണ്. സോ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഒന്നുകൂടി എടുത്ത് ചെയ്താൽ ലിമിറ്റ് t ടെൻസ് ടു 0 ഈ ഡിനോമിനേറ്ററിൽ എന്താ t ഇൻറ്റു sin 2t ആണ്, ന്യൂമറേറ്ററിൽ sin t² ആണ്. അപ്പോൾ നമ്മൾ ന്യൂമറേറ്ററിൽ ഈ sin t² അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒരു t² വെച്ച് നമ്മൾ എന്ത് ചെയ്യും, ഇൻറ്റു ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ ആ t² ഇൻറ്റു ചെയ്തത് അവിടെ ക്യാൻസലായി പോകാൻ വേണ്ടിയിട്ട് t² വെച്ച് നമ്മൾ ഡിവൈഡും ചെയ്യും. സോ നമുക്ക് ആ സ്റ്റെപ്പ് ഇവിടെ എങ്ങനെ വരുന്നു നോക്കാം. അതായത് sin t² ആയിരുന്നു, അവിടെ നമ്മളൊരു t² വെച്ച് ഇൻറ്റു ചെയ്തു. t² വെച്ച് ഇൻറ്റു ചെയ്തു, കൂടെ തന്നെ എന്ത് ചെയ്തു, t² വെച്ച് നമ്മൾ ഡിവൈഡും ചെയ്തു. സോ ഇതായിരുന്നു നമ്മുടെ ന്യൂമറേറ്റർ. ദെൻ നമ്മൾ ഇതിന് എന്ത് ചെയ്തു, ഈ ലിമിറ്റ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ഈ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലായിട്ട് നമ്മൾ ആ ലിമിറ്റിനെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. സോ ആ താഴെ നമുക്ക് എപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, താഴെ ലിമിറ്റ് വരും അല്ലേ. ലിമിറ്റ് t ടെൻസ് ടു 0 താഴെ എന്തായിരുന്നു t ഇൻറ്റു sin 2t ആയിരുന്നു. സോ നമ്മൾ ഇവിടെ ഒരു കാര്യം ചെയ്യുന്നുണ്ട്, ഇവിടെ നമ്മൾ ഒരു 2t വെച്ചിട്ട് ഇൻറ്റും ചെയ്യും, അതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യും, ഡിവൈഡും ചെയ്യും. സോ ഇൻറ്റു 2t ഡിവൈഡഡ് ബൈ 2t. ഇനി നോക്കിയേ, നമുക്ക് ഇവിടെ എന്തെങ്കിലും ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? അതായത് നമുക്ക് ഈ t ഇൻറ്റു 2t നമുക്ക് എന്ത് കിട്ടും, 2t² എന്ന് കിട്ടുക അല്ലേ. ആ 2t² ഇവിടെ മുകളിൽ നമ്മൾ ഒരു ഇൻറ്റു ചെയ്ത t² ഇല്ലേ, ആ t² നമുക്ക് ക്യാൻസൽ ചെയ്ത് കളഞ്ഞൂടെ. അതായത് ഈ t² ഈ ഒരു tയും ഈ ഒരു tയും നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. സോ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ആ സ്റ്റെപ്പ് ഒന്ന് എടുത്ത് എഴുതാം. അതായത് ലിമിറ്റ് t ടെൻസ് ടു 0 sin t² ഡിവൈഡഡ് ബൈ t². അതിൻ്റെ കൂടെ തന്നെ ഡിനോമിനേറ്റർ എഴുതാൻ വിട്ടുപോകരുത്. ഡിനോമിനേറ്ററിൽ എന്താ ഉള്ളത്, ലിമിറ്റ് t ടെൻസ് ടു 0 sin 2t ബൈ 2t ഇൻറ്റു സോറി ആ 2tയും ആ tയും അതുപോലെ ഈ t² ആയിട്ട് നമ്മൾ ക്യാൻസൽ ചെയ്ത് കളഞ്ഞല്ലോ. ബാക്കി അവിടെ എന്തുണ്ട്, ഒരു 2 ഉണ്ട് അല്ലേ. സോ 2 ഇൻറ്റു ആ 2 നമുക്ക് ആദ്യം എഴുതി ഞാൻ 2 ഇൻറ്റു sin 2t ഡിവൈഡഡ് ബൈ 2t. ഇനി ഞാനൊരു റിസൾട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആ റിസൾട്ട് നിങ്ങൾ മുന്നേ പഠിച്ചിട്ടുള്ളതാണ്, അപ്പോൾ അതെല്ലാവർക്കും ഓർമ്മയുണ്ടോ നോക്കാം. അതായത് sin x ഡിവൈഡഡ് ബൈ x ലിമിറ്റ് x ടെൻസ് ടു 0 എന്തായിരിക്കും, ലിമിറ്റ് x ടെൻസ് ടു 0 sin x ഡിവൈഡഡ് ബൈ x എപ്പോഴും എന്തായിരിക്കും, 1 ആയിരിക്കും. ഇതൊരു സ്റ്റാൻഡേർഡ് റിസൾട്ടാണ്. ഈ റിസൾട്ട് എല്ലാവർക്കും ഓർമ്മയുണ്ടോ? ആ റിസൾട്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇനി ഇത് സോൾവ് ചെയ്യാൻ പോകുന്നത്. സോ ആ റിസൾട്ട് ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് ഇവിടെ എന്താണ്, t ആണ്, അത്രയേ ഉള്ളൂ. സോ ഇവിടെ ലിമിറ്റ് t ടെൻസ് ടു 0 sin 2t ബൈ 2t ആണ്. ഇവിടെ എന്താണ്, ലിമിറ്റ് t ടെൻസ് ടു 0 sin t² ബൈ t² എന്താണ്, അവിടെ നമുക്ക് 1 അപ്ലൈ ചെയ്യാം. സോ ഇവിടെ രണ്ടും എന്താവും, 1 വരെ അല്ലേ. സോ നമ്മുടെ ആൻസർ അവിടെ എന്താവും, ഇത് ന്യൂമറേറ്റർ അവിടെ എന്താവും, 1 ആവും അല്ലേ. താഴെ അതുപോലെ തന്നെ ഒരു 2 ഇൻറ്റു 1 വരും. സോ നമ്മുടെ ആൻസർ എന്താവും, 1/2. സോ ലിമിറ്റ് t ടെൻസ് ടു 0 sin t² ഡിവൈഡഡ് ബൈ t ഇൻറ്റു sin 2t എന്ന് പറയുന്നതിൻ്റെ ഉത്തരം നമുക്ക് അവിടെ എന്ത് കിട്ടി, 1/2 എന്ന് കിട്ടി. അത് സോൾവ് ചെയ്ത മെത്തേഡ് എല്ലാവർക്കും ഈസി ആയിട്ട് മനസ്സിലായില്ലേ. അവിടെ നമ്മൾ ഉപയോഗിച്ച റിസൾട്ട് ആയിരുന്നു ലിമിറ്റ് x ടെൻസ് ടു 0 sin x ഡിവൈഡഡ് ബൈ x is equal to 1. സോ ഈ ഒരു പ്രോബ്ലം എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ പ്രോബ്ലംസും ഇൻഫോർമേറ്റീവ് റിലേറ്റീവ് ആയിട്ടുള്ള വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ.